അപ്പോൾ നമ്മളെ ഇന്നത്തെ മോഡൽ പുതിയ സ്റ്റോക്ക് കാണണ്ടേ? നമ്മളെ ഈ മോഡൽ നൈറ്റി കുറേ ആൾക്കാർ ചോദിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഒന്നാമത് ഞാൻ ഇട്ട മോഡൽ നൈറ്റിയാണ്. ഈ നൈറ്റിക്ക് സൺഡേ മൺഡേ എന്നാട്ടോ ഞങ്ങൾ പറയാ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു പഴയ മോഡലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും, ഞാൻ ഇട്ട കണ്ടപ്പോ ഇങ്ങനത്തെ നൈറ്റി കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. കാരണം നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാല് ഇത് ഷേപ്പ് ചെയ്യേ അല്ലെങ്കിൽ കൈ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കേ ഇറക്ക കട്ട് ചെയ്യേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മേലെ പുറത്ത് ആദ്യത്തെ സ്റ്റിച്ചിന്റെ മേലത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് ഈ നൈറ്റിനെ കൊണ്ട്. പിന്നെ നമുക്ക് ഈ ഷേപ്പിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അതായത് നമ്മൾ ഓവർ തടിയോ അങ്ങനെയൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ നൈറ്റി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറേ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുവരണേന്ന്. അപ്പോൾ അതാണ് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നതും പിന്നെ എന്താ ഇത് പറയണതും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കാണ് ഈ കാണിക്കുന്നത്. സൺഡേ മൺഡേ എന്ന് അതിൻ്റെ പേര് കണ്ടില്ലേ. അപ്പോൾ ഈ വന്ന മോഡലിൽ ഇവിടെ അലാസ്റ്റിക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നത് മുൻഭാഗത്തും അതേപോലെ ബാക്ക് ഭാഗത്തും അങ്ങനെ തന്നെ അലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ ഇത് നിറച്ച് ഡോട്ട് 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 സാധനങ്ങളാണ് കേട്ടോ. ഇറക്കൊക്കെ എനിക്ക് കറക്റ്റ് ഇറക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഏറെയില്ല ഒന്നുമില്ല. അതേപോലെ തന്നെ കൈ ഇത്ര കയ്യിലാണ് വരുന്നത്. 3/4 കയ്യിൽ നമുക്ക് ഇങ്ങനത്തെ സൺഡേ മൺഡേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒക്കെ നല്ല കളർഫുള്ളിലാട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങണ സാധനങ്ങൾ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് നിർത്തി വെച്ചിരുന്നു. പിന്നെ വീണ്ടും ഒന്ന് തുടങ്ങിയതാണ്. അപ്പോൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളടുന്ന് വാങ്ങിയൊക്കെ തുടങ്ങിട്ടോ. അപ്പം നല്ല സാധനം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഫസ്റ്റ് കൊറിയറിന്ന് അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോയവരൊക്കെ നമ്മൾ ഈ ഒരു ഇത് സാധനം കിട്ടിയിട്ടൊന്ന് കാത്തിരിക്കുകയാണ് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. മുൻപ് വാങ്ങിയവർ തന്നെയാണ് വീണ്ടും ഇപ്പോഴും വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കാരണം കുഴപ്പമില്ല, നല്ല സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, നമുക്കെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു നമ്മളെ തന്നെ എടുത്തത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതെ അതെ നമുക്ക് ജീവിച്ച് നിലനിന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് എന്നാൽ ഒരുപാട് പൈസ കൂടിയ സാധനമല്ല എടുക്കുന്നത്. ഒരു ഇടയിലുള്ള ചാർജാണ്. എല്ലാവർക്കും എന്താ വാങ്ങിക്കാനും കഴിയണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിലയിൽ പോണ പൈസക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും പറയും ചെയ്യാം കേട്ടോ നമ്മളടുത്ത്. നമ്മളിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കണില്ല, പക്ഷെ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് നമ്മൾ അത്രയും ക്വാളിറ്റി കൂടിയ സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങണത്. റിട്ടേൺ അയക്കാനുള്ളൊരു അവസ്ഥ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വരാതിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല നല്ല നോക്കിയിട്ട് എടുക്കണത്. അപ്പോൾ വാങ്ങിയാൽ ആർക്കും മോശം തോന്നൂല എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. വേണ്ട ഇതിപ്പോ ഞാൻ കാണിച്ചില്ലേ, ഇതിൽ പെട്ടിട്ടുള്ള ഒരു പച്ചയാണ് ഇത് കേട്ടോ. സിബ് ഓൺലൈനിൽ കച്ചവടം ചെയ്യുമ്പോഴേ നല്ലത് കൊടുക്കണം. അതെ, ഇപ്പൊ നാട്ടില് ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് കച്ചവടം ചെയ്യാൻ ആളെ പിന്നെ കാണൂല നമ്മള്. അതെ അതെ, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നമ്മള് ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ആൾക്കാർക്ക് തന്നെ നമ്മളെ സാധനങ്ങൾ നമ്മൾ കൊടുക്കണത്. അപ്പൊ നമ്മുടെ അടുത്തൊരു മോശം വാങ്ങിയിട്ട് അങ്ങനെ മോശമായിട്ട് തോന്നരുത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ടാണ് അതാണ് നല്ല സാധനം നമ്മൾ കൊടുക്കുള്ളൂ. റേറ്റ് കുറഞ്ഞതുകൊണ്ട് നല്ല കൂടിയതുകൊണ്ട്. റേറ്റ് വളരെ കുറഞ്ഞത് കുറെ ആൾക്കാർക്ക് പിന്നെ നമ്മൾ വെച്ചാല് അത്ര നമുക്ക് കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരിങ്ങനെ വളരെ കുറഞ്ഞത് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുന്നിട്ട് അതാകെ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കളറിളകലും ചുരുങ്ങിപ്പോവലും എല്ലാ പ്രശ്നവും വരും. തുണിയല്ലേ, തുണീന്റെ കാര്യത്തിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി നല്ല തുണിയാണ്. കാരണം പിടിക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവണുണ്ട് കേട്ടോ. തുണി ഇപ്പൊ ഞാൻ ഇട്ട നൈറ്റിക്ക് ഉണ്ടല്ലോ, ഇതൊരു സെറ്റ് എടുത്തതായിരുന്നു. ഇതിലിപ്പോ കഴിഞ്ഞ വർഷം എടുത്തതായിരുന്നു. ഇതിലിങ്ങനെ 5 എടുത്തിട്ട് ഞങ്ങൾ 5 ഞാനും അമ്മയാണ് എടുത്തത്. പക്ഷെ ഒരു കുഴപ്പമില്ല കണ്ടല്ലേ. ഇപ്പോഴും ഇതിന് ഈ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയപ്പോ ഒരു മേലത്തെ കളർ മാത്രമേ പോയുള്ളൂ, പിന്നെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ബാക്കി ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്.
സാധാ മാക്സിന്ന് വ്യത്യസ്തമായിട്ട് അതെ നമ്മളങ്ങനെ സാധാ ഉണ്ട്. സാധാരണയായിട്ടുള്ള നൈറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ ആർക്കും അങ്ങനെ എന്താ പറയാ സാധാരണ നൈറ്റി ചോദിക്കണില്ല. കുറച്ച് അമ്മമാര് മാത്രാണ് ചെറിയ പുള്ളിയില് സാധാ മോഡല് പഴയ മോഡല് നൈറ്റി ചോദിക്കുന്നത്. അല്ലാത്തവരെല്ലാരും മോഡൽ ഉണ്ടോ എന്നാ ചോദിക്കണേ. അപ്പൊ അത് കാരണം തന്നെ ഈ ഫ്രില്ല് വെച്ചിട്ടുള്ള നൈറ്റിയാണ് വന്നിട്ടുള്ളത്. ഫ്രോക്ക് അല്ല കേട്ടോ, നൈറ്റി തന്നെയാണ്. അപ്പൊ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇന്നലെ മിഞ്ഞാത്തെ. അപ്പൊ ഞാൻ അത് നാളെ കാണിക്കട്ടോ. എല്ലാം കൂടി ആകുമ്പോ ഞാൻ പറഞ്ഞില്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനും എല്ലാം ബുദ്ധിമുട്ടാവും ഒരുമിച്ച് ഞാൻ അങ്ങനെ കാണിക്കുമ്പോ. അതുകൊണ്ടാണ് ഇന്ന് വെറും ഈ ഒരു സൺഡേ മൺഡേയും കൊണ്ട് വന്നത് കേട്ടോ. കണ്ടോ, അതിന്റെ മെറൂൺ കളറാണ് ഇത്. നമ്മളിത് വാങ്ങിയാൽ ഒന്നും ചെയ്യണ്ട. ഒന്ന് വേണമെന്ന് വെച്ചാൽ നനച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ വേണമെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു തരണ്ടേ. ഇറക്കായാലും വണ്ണായാലും നമ്മളെ കയ്യിൻ്റെ സൈസായാലും കയ്യിൻ്റെ സൈസ് വണ്ണം എങ്ങനെയുള്ള വെച്ചാൽ അതിനനുസരിച്ചൊന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇറക്കൊന്നും ചെയ്യണ്ട, അത്രയും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ മെറൂൺ കളറ്. പിന്നെ അത് മുന്തിരി കളറാണ് കേട്ടോ. പിന്നെ നമ്മളൊക്കെ പോയാലും നല്ല കളർഫുള്ളുള്ളതേ വരുള്ളൂ. അതിൽ ആ ഒരു സെറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ 1 or 2 പീസ് ചിലപ്പോൾ ഒരു ഇളം കളർ ലൈറ്റ് കളർ കിട്ടും. ബാക്കിയൊക്കെ നല്ല നമുക്ക് അട്രാക്ഷൻ തോന്നി നല്ല കളറാവും കിട്ടുക. ഇതിലെല്ലാം നല്ല കളറാട്ടോ. കണ്ടോ, മുന്തിരി കളറ്. സിബില്ലാത്ത മോഡലാണേ ഇത്. മുന്നിലും ഫ്രണ്ടിലും ഇതേപോലെ അലാസ്റ്റിക്, അതേപോലെ ബാക്കിലും അലാസ്റ്റിക് ആ വരുന്ന മോഡല്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇനി ഒരു സൺഡേ മൺഡേ ഞാൻ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ സൺഡേ മൺഡേൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ചോദിക്കണ കാര്യമാണ്, നിങ്ങളിതിൻ്റെ റേറ്റും ഒപ്പം പറയണേന്ന്. അപ്പോൾ നമ്മൾ സൺഡേ മൺഡേക്ക് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സൺഡേ മൺഡേ നൈറ്റി കേട്ടോ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇറക്കം കറക്റ്റ് എല്ലാം. പക്ഷെ ഇവിടെ വണ്ണം കുറച്ച് കയ്യിന് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. അല്ലാത്തൊരു കുഴപ്പമില്ല. സിമ്പിൾ ഇടാനും സുഖമാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാങ്ങിക്കൊള്ളി കേട്ടോ. നമ്മളെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 80 89 16 95 66. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ. നാളെ കാണാം.